ഹായ് എവ്രി വൺ. നമുക്കിന്ന് ഒരു 5 minutes കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്താലോ? അപ്പൊ ഇവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽസ് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയുണ്ട്? സെക്ഷൻ 6 ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽസിനെ കുറിച്ച് പറയുന്നത്. അതിൽ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ആണ് നമ്മുടെ രണ്ട് ബേസിക് കണ്ടീഷൻസ് ആൻഡ് സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ആണ് നമ്മുടെ അഡീഷണൽ കണ്ടീഷൻസ്. അപ്പൊ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ റെസിഡന്റ് ആണ്, ആ ഇൻഡിവിജ്വൽ റെസിഡന്റ് ആയി. അപ്പൊ എന്തൊക്കെയാണ് രണ്ട് ബേസിക് കണ്ടീഷൻസ്? ഒന്ന്, ഹിസ് സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, നമ്മുടെ റെലവെന്റ് പ്രീവിയസ് ഇയറിൽ. അപ്പൊ നിങ്ങൾ ഇനി 2025 എക്സാം എഴുതാൻ പോണ കുട്ടികളാണെങ്കിൽ റെലവെന്റ് പ്രീവിയസ് ഇയർ 24-25 ആയിരിക്കും. 2024 ഇനിയുള്ള സെപ്റ്റംബർ അറ്റംപ്റ്റ് എഴുതാനുള്ള കുട്ടികളാണെങ്കിൽ പ്രീവിയസ് ഇയർ എന്നുള്ളത് 23-24 ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ റെലവെന്റ് പ്രീവിയസ് ഇയറിൽ സ്റ്റേ ഇൻ ഇന്ത്യ 182 days ഓർ മോർ ഉണ്ട്. ഇതാണ് ആദ്യത്തെ ബേസിക് കണ്ടീഷൻ. അപ്പൊ ഒന്നെങ്കിൽ 182 ഡേയ്സിൽ കൂടുതൽ പ്രീവിയസ് ഇയറിൽ ഉണ്ട്, ഓർ 182 ഡേയ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? അപ്പൊ നമ്മൾ സെക്കൻഡ് ബേസിക് കണ്ടീഷനിലേക്ക് പോകണം. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്താ? നമ്മുടെ റെലവെന്റ് പ്രീവിയസ് ഇയറിൽ 60 days ആൻഡ് സെക്കൻഡ് ബേസിക് കണ്ടീഷന്റെ രണ്ട് ഭാഗമുണ്ട്. 60 daysഉം വേണം. സെക്കൻഡ് ബേസിക് കണ്ടീഷന്റെ ആദ്യത്തെ പാർട്ട്, ആദ്യത്തെ ഭാഗം 60 days ഡ്യൂറിംഗ് ദ റെലവെന്റ് പ്രീവിയസ് ഇയർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. പ്ലസ് ആൻഡ് ഈ പ്രീവിയസ് ഇയറിന് പുറകിലേക്കുള്ള 4 വർഷം, നിങ്ങളുടെ റെലവെന്റ് പ്രീവിയസ് ഇയറിന്റെ പുറകിലേക്കുള്ള 4 പ്രീവിയസ് ഇയേഴ്സിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 365 ഡേയ്സിൽ കൂടുതലും വേണം. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വന്ന ദിവസവും ഇന്ത്യയിലേക്ക് പോയ ദിവസവും കൂടെ ഇന്ത്യയിൽ ഉള്ള ദിവസങ്ങളായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെ വേണം നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ആഡ് ചെയ്തെടുക്കാൻ. ഈ നമ്പർ ഓഫ് ഡേയ്സ് എന്നുള്ളത് കണ്ടിന്യൂസ് ആവണം എന്നൊന്നും ഒരു നിർബന്ധമില്ല, വന്നും പോയിക്കൊണ്ടിരിക്കാം. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ പ്രകാരം 182 ഡേയ്സിൽ കൂടുതൽ വേണം. അത്രയും ഇല്ല എങ്കിൽ നമ്മൾ സെക്കൻഡ് ബേസിക് കണ്ടീഷനിലേക്ക് വരണം. 60 + 365 എന്നുള്ള രീതിയിൽ വേണം നോക്കാൻ. ഇനി നമ്മുടെ അഡീഷണൽ കണ്ടീഷൻസ് എന്തൊക്കെയാ? അപ്പൊ നമ്മൾ ആദ്യം ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റ് ആയി. ബേസിക് കണ്ടീഷനിൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ, അതായത് നമ്മുടെ റെലവെന്റ് പ്രീവിയസ് ഇയറിൽ 30 ദിവസം ഇന്ത്യയിലുള്ളൂ, അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് അവേ നോൺ റെസിഡന്റ് ആയി. അപ്പൊ നമ്മൾ അഡീഷണൽ കണ്ടീഷൻസ് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഓർ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ എന്ത് നോക്കണം? അഡീഷണൽ കണ്ടീഷൻസ് നോക്കണം. അഡീഷണൽ കണ്ടീഷൻസ് എന്തിനാ നോക്കണ്ടേ? അഡീഷണൽ കണ്ടീഷൻസ് നോക്കേണ്ടത് റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് ആണോ, അതോ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ കണ്ടീഷൻസ് നോക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അഡീഷണൽ കണ്ടീഷൻസ്? അഡീഷണൽ കണ്ടീഷൻസ് രണ്ട് രീതിയിൽ പറയാം. ROR ആവാനുള്ള കണ്ടീഷൻസ് ഓർ RNOR, റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഇഫ് എന്നുള്ള രീതിയിലും നോക്കാം. അപ്പൊ ഇത് ഓപ്പോസിറ്റ് ആയിട്ട് വരും. നമുക്ക് ROR ആവുന്ന രീതിയിൽ എങ്ങനെയാണ് ROR ആവുന്നത്, റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് എങ്ങനെയാണ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാം. അപ്പോ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ രണ്ട് അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് രണ്ട് കണ്ടീഷൻസിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം, ഏതെങ്കിലും ഒന്നല്ല, രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ബേസിക് കണ്ടീഷനെ കുറിച്ചല്ല പറഞ്ഞത്. ബേസിക് കണ്ടീഷൻ നോക്കി അതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ട് റെസിഡന്റ് ആയതിനു ശേഷം അഡീഷണൽ കണ്ടീഷൻ നോക്കുമ്പോൾ ROR ആവാനായിട്ട്, റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് ആവാനായിട്ട് രണ്ട് അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് രണ്ട് അഡീഷണൽ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ നമ്മുടെ റെലവെന്റ് പ്രീവിയസ് ഇയറിന് പുറകിലേക്കുള്ള 10 വർഷത്തില് ഏതെങ്കിലും 2 വർഷം ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് ആദ്യത്തെ അഡീഷണൽ കണ്ടീഷൻ. എന്തായിരുന്നു? നമ്മുടെ റെലവെന്റ് പ്രീവിയസ് ഇയറിന് പുറകിലേക്കുള്ള 10 വർഷത്തില് ഏതെങ്കിലും 2 വർഷം ബേസിക് കണ്ടീഷൻസിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ. അതും സാറ്റിസ്ഫൈ ചെയ്യണം. സെക്കൻഡ് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ എന്താ? നമ്മുടെ റെലവെന്റ് പ്രീവിയസ് ഇയറിന് പുറകിലേക്കുള്ള 7 വർഷം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേ നോക്കുമ്പോൾ 730 ഡേയ്സ് ഓർ മോർ, 730 അതിൽ കൂടുതലോ ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് ആയി. അഡീഷണൽ കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി. ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ? ബേസിക് കണ്ടീഷൻ ആദ്യത്തെ നോക്കി സാറ്റിസ്ഫൈ ചെയ്തില്ല, രണ്ടാമത്തെ നോക്കി അതും ഓക്കെ അല്ല, അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നോൺ റെസിഡന്റ് ആവും. അപ്പൊ ബേസിക് കണ്ടീഷനിൽ തന്നെ നോൺ റെസിഡന്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും.
ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റ് ആയതിനു ശേഷം അഡീഷണൽ കണ്ടീഷൻ നോക്കുന്നത് എന്തിനാ? ഓർഡിനറി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് നോക്കാനാണ്. ഇനി ഇതിന്റെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടെ നമുക്ക് പറയാം. ചില കേസിൽ നമ്മുടെ ബേസിക് കണ്ടീഷനിൽ ഈ സെക്കൻഡ് കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. അതേതാണ് ആ മൂന്ന് കേസിൽ നമ്മൾ ബേസിക് കണ്ടീഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ ഡയറക്ട്ലി നോൺ റെസിഡന്റ് ആവും. അപ്പോൾ അതിൽ 3 കേസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കേസ്, ഇന്ത്യൻ സിറ്റിസൺ ലീവിംഗ് ഇന്ത്യ ആസ് എ ക്രൂ ഓൺ ബോർഡ് ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ്. ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ ആയിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന കേസിൽ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയിട്ട് തന്നെ 182 ഡേയ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ റെസിഡന്റ് ആണ്, 182 ഡേയ്സിൽ കുറവാണെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. അതില് സെക്കൻഡ് കേസ്, ഒരു ഇന്ത്യൻ സിറ്റിസൺ ഗോസ് ഔട്ട് ഓഫ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ജോലിയുടെ ഭാഗമായിട്ട് ഇന്ത്യ വിട്ടു പോകുന്ന കേസിലും ഈ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ കേസ്, ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ, അമ്മ, അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അമ്മ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ, ഇത്രയും ആൾക്കാർ ഇന്ത്യൻ ഒറിജിൻ ആണ്. പക്ഷെ ഞാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ല. സപ്പോസ് എന്റെ ഗ്രാൻഡ് ഫാദർ ഇന്ത്യക്ക് പുറത്തേക്ക് പോയി ഒരു മദാമനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ അല്ലെങ്കിൽ എന്റെ അച്ഛൻ സപ്പോസ് കനേഡിയൻ സിറ്റിസൺ ആണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ നാച്ചുറലി ചിലപ്പോ ഇന്ത്യൻ സിറ്റിസൺ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. പക്ഷെ ഞാൻ എന്താണ്? ഞാൻ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്. അപ്പൊ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കമ്മിങ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ എന്നുള്ള കേസിലും മറ്റേ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ 3 കേസ്. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രം നോക്കുന്ന കേസ്. ഇനി ഒരു കേസില് സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ 60ക്ക് പകരം 120 ഡേയ്സ് വെച്ചിട്ട് നോക്കണം. എന്താണ് ആ കേസ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഹു കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യയില്ലേ, ഈ വിസിറ്റിന് വരുന്ന ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹാവിംഗ് ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ്. എന്ത് ഇൻകം? ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ ഇൻകം. അപ്പൊ ഈ പറയുന്ന ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ, ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം 15 lakhs കൂടുതൽ ഉണ്ടെങ്കിൽ, അപ്പൊ കണ്ടീഷൻസ് എന്തായിരുന്നു? ഇന്ത്യൻ സിറ്റിസൺ ആണ് ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്, കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ ആണ്. പക്ഷെ എന്താ പ്രശ്നം? ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം, ഇന്ത്യൻ ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻകം എക്സീഡിങ് 15 lakhs കൂടുതൽ ഇന്ത്യൻ ഇൻകം ഉണ്ടെങ്കിൽ സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ 120 + 365 എന്നുള്ള രീതിയിൽ വേണം നോക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് സംഭവം കൂടെ പഠിക്കാനുണ്ട്. 6 subsection 1A ഡീംഡ് റെസിഡന്റ്. അപ്പൊ ആരാണ് ഡീംഡ് റെസിഡന്റ്? ഡീംഡ് റെസിഡന്റ് എന്ന് പറഞ്ഞാൽ റെസിഡന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തി. ആരെയാണ് റെസിഡന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്? ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, പക്ഷെ ബേസിക് കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ എന്തായി? ഇന്ത്യയിലെ നോൺ റെസിഡന്റ് ആണ്. ഇന്ത്യയിലെ നോൺ റെസിഡന്റ് എന്ന് മാത്രമല്ല, ലോകത്ത് ഒരു രാജ്യത്തും ഈ പറയുന്ന വ്യക്തിക്ക് ടാക്സ് അടയ്ക്കാൻ ലയബിലിറ്റി ഇല്ല. ഈസ് നോട്ട് ലയബിൾ ടു ടാക്സ് ഇൻ എനി ജൂറിസ്ഡിക്ഷൻ. ലോകത്ത് ഒരു കൺട്രിയിലും ടാക്സ് അടയ്ക്കാൻ ലയബിലിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ ഗൾഫ് കൺട്രീസിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. അപ്പോ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇന്ത്യയിൽ നോൺ റെസിഡന്റ് ആണ്, ലോകത്ത് എവിടെയും ടാക്സ് അടയ്ക്കാൻ ലയബിലിറ്റി ഇല്ല, പക്ഷേ ഹാവിംഗ് ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ ഇൻകം എക്സീഡിങ് 15 lakh ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ സിറ്റിസണിനെ ഡീംഡ് റെസിഡന്റ് ആയിട്ട് കണക്കാക്കും. ഈ ഡീംഡ് റെസിഡന്റ് എപ്പോഴും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ഫുൾ ലീഗൽ പ്രൊവിഷൻസ്. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ആയി കേട്ട് നോക്കുക, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. താങ്ക് യു.